നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ജനാധിപത്യ വ്യവസ്ഥയെ അട്ടിമറിച്ചുകൊണ്ട് BJPക്ക് എല്ലാ തരത്തിലും പണാധിപത്യത്തിലൂടെ അധികാരം അട്ടിമറിയിലൂടെ വിജയിപ്പിച്ചെടുക്കാം എന്ന് വിചാരിച്ച കർണാടകയിൽ പാടെ അടിതെറ്റിയിരിക്കുകയാണ്. കർണാടകയിലെ ഷിഗാവോണിലും സന്തൂറിലും ചന്നപട്ടണയിലും കോൺഗ്രസ് ഉപതെരഞ്ഞെടുപ്പിൽ മിന്നുന്ന വിജയമാണ് നേടിയെടുത്തിരിക്കുന്നത്. ചന്നപട്ടണയിൽ ഇത്തവണ പണമൊഴുക്കാണ് നടത്തിയത്. അവിടെ കൃത്യമായും നിഖിൽ കുമാരസ്വാമിയെ മത്സരിപ്പിച്ച്, അതായത് കുമാരസ്വാമിയുടെ മകനെ മത്സരിപ്പിച്ച് നിയമസഭയിലേക്ക് എത്തിക്കാം എന്ന NDAയുടെ കണക്കൂട്ടലുകളെ DK ശിവകുമാർ പൊളിച്ചടുക്കിയിരിക്കുന്നു. CP യോഗേശ്വർ അവിടെ 35,000-ലധികം വോട്ടുകളുടെ റെക്കോർഡ് ഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ചു കയറുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ഷിഗാവോണിലും സന്തൂറിലും കൃത്യമായി വൻ നിലയിലേക്ക് കോൺഗ്രസ് ലീഡ് നില ഉയർത്തുന്ന കാഴ്ചയും കണ്ടു. നേരത്തെ അവിടെ കോൺഗ്രസിനെ അട്ടിമറിക്കാൻ ഓരോ MLA-മാർക്കും 50 കോടിയോളം വാഗ്ദാനം ചെയ്യുന്നു എന്ന വലിയ റിപ്പോർട്ട് വന്നപ്പോൾ തന്നെ DK ശിവകുമാർ കൃത്യമായി പറഞ്ഞു, ഒരുങ്ങിയിരുന്നോളൂ, ഞാനിവിടെ കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ ആയിരിക്കുന്നിടത്തോളം കാലം ഒരു ചുക്കും നടക്കില്ല, നിങ്ങളുടെയൊക്കെ വ്യാമോഹം മാത്രമാണ് എന്നുള്ളത് നമുക്കറിയാവുന്ന കാഴ്ചയാണ്. ഓപ്പറേഷൻ താമര പണ്ട് BS യെദ്യൂരപ്പയുടെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ട് കോൺഗ്രസിൻ്റെയും JDS-ൻ്റെയും സഖ്യമന്ത്രിസഭയെ തള്ളിയിട്ടത്. അന്ന് കുമാരസ്വാമി നിലപാട് മയപ്പെടുത്തിക്കൊണ്ട് BJPക്ക് വേണ്ടി പണിയെടുക്കുകയായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന സാഹചര്യം തന്നെയാണ് പിന്നീട് ഉരുത്തിരിഞ്ഞു വന്നത്. നിലവിൽ മോദി മന്ത്രിസഭയിലെ കേന്ദ്രമന്ത്രി, ക്യാബിനറ്റ് മന്ത്രിയാണ് കുമാരസ്വാമി എല്ലാ രീതിയിലുള്ള സ്വാധീനവും ഉപയോഗിച്ച് തൻ്റെ മകനെ ജയിപ്പിച്ചെടുക്കാൻ നോക്കിയതാണ്. എന്നിട്ടും ചന്നപട്ടണയിൽ ഛന്നഭിന്നമായി പോകുന്ന സാഹചര്യമാണ് നിഖിൽ കുമാരസ്വാമിക്ക് അനുഭവപ്പെട്ടിരിക്കുന്നത്. CP യോഗേശ്വർ വൻ ലീഡിലേക്ക് കുതിച്ചു കയറും എന്ന് ഒരിക്കലും BJPക്കാർ വിശ്വസിച്ചിരുന്നില്ല. എല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള മുന്നേറ്റമാണ്. ഉപതെരഞ്ഞെടുപ്പിൽ ഗുജറാത്തിൽ വലിയ ലീഡ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലത്തിൽ ഉണ്ടായിരിക്കുന്നു. അത് മാത്രമല്ല, മധ്യപ്രദേശിൽ വലിയ രീതിയിലുള്ളൊരു പ്രതീക്ഷ നൽകുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് ശിവരാജ് സിംഗ് ചൗഹാൻ മത്സരിച്ച നിയമസഭാ മണ്ഡലമായ ബുദ്ധിനിയിൽ കോൺഗ്രസ് വിജയിച്ചിരിക്കുന്നു. ഒന്ന് ആലോചിക്കണം, ശിവരാജ് സിംഗ് ചൗഹാൻ 8,21,000 വോട്ടിന്റെ റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് വിദിശ ലോക്സഭാ സീറ്റിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട് കേന്ദ്ര കൃഷി വകുപ്പ് മന്ത്രിയായിരിക്കുന്നത്. അദ്ദേഹം ഒഴിഞ്ഞ ബുദ്ധിനി നിയമസഭാ സീറ്റിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് കണക്ക് തീർത്തിരിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. അതിനോടൊപ്പം തന്നെ ജാർഖണ്ഡിൽ ഇന്ത്യ മുന്നണി അധികാരത്തിലേക്ക് വരുന്നു. വലിയ രീതിയിലുള്ള ഒരു ആശ്വാസം തന്നെയാണ്. ഹേമന്ത് സോറനെ എല്ലാ തരത്തിലും തകർത്ത് കളയാം, ഹേമന്ത് സോറനെ അറസ്റ്റ് ചെയ്ത് ജാർഖണ്ഡിൽ അട്ടിമറി നേടിയെടുക്കാം, ചമ്പൈ സോറനെ കൃത്യമായി BJP പാളയത്തിൽ എത്തിച്ചുകൊണ്ടുള്ള അമിത്ഷായുടെ പ്ലാൻ പൊളിഞ്ഞിരിക്കുന്നു. ജാർഖണ്ഡിൽ അവിടെ JMM ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി മാറുന്ന കാഴ്ച, കോൺഗ്രസും JMM-ഉം അതുപോലെ RJD-യും കൂടെ ചേർന്ന് കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്തുന്ന കാഴ്ച, വലിയ രീതിയിലുള്ള ഒരു പ്രകമ്പനമാണ് സംഭവിച്ചിരിക്കുന്നത്. ജാർഖണ്ഡിൽ ഇന്ത്യ മുന്നണിയുടെ തേരോട്ടം, ഒരു ഘട്ടത്തിൽ പോലും ലീഡ് വിട്ടുകൊടുക്കാതെയുള്ള ഒരു തേരോട്ടമാണ് ജാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിലൂടെ ഹേമന്ത് സോറൻ അടിവരച്ച് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യ കൽപ്പന സോറനും തെരഞ്ഞെടുപ്പിൽ ഉടനീളം പ്രവർത്തിക്കുകയും അവർ മത്സരിക്കുകയും ചെയ്തിരുന്നു. JMM-ന്റെ വലിയ തിരിച്ചുവരവ് തന്നെയാണ്. നിയമസഭയിലെ തുടർ വിജയമാണ് 2019 ശേഷം വീണ്ടും ആവർത്തിച്ചിരിക്കുന്നത്. തീർച്ചയായും കർണാടകയിലെ ഈ ഉപതെരഞ്ഞെടുപ്പിലെ വിജയവും ജാർഖണ്ഡിലെ വിജയവും വലിയ തോതിൽ ഇന്ത്യ മുന്നണിക്ക് ആശ്വാസകരം തന്നെയാണ്.